ഹലോ ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് F4 ബോയ്സിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്. അതായത് മീറ്റിയർ ഗാർഡിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്. ആൻറ്റി ഇപ്പോൾ സമാന അമ്മയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതം. ഇതിന് അവെല്ലാം നമ്മുടെ അമ്മ പറഞ്ഞു കേട്ട് ഹാപ്പിയാകും. അതുകൊണ്ട് തന്നെ ഷാൻഷയുടെ പാരൻസിനും ഈ കല്യാണത്തിന് സമ്മതമാണ്. അതിനുശേഷം മിങ്ങും അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ തന്നെ പോയി ജോലി ചെയ്യും. എന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അന്ന് രാത്രി മിങ്ങും ഷാൻഷയുടെ അച്ഛൻ്റെ റൂമിൽ ചെന്ന് കിടക്കാൻ നോക്കുമ്പോഴാണ് അച്ഛനും ബെഡിൽ കയറി കിടന്നിട്ട്, മോനെ നിന്നെ ബെഡിൽ കിടത്താൻ ഞാൻ തറയിലാക്കിയത് ഒരു കാരണമുണ്ട്. എൻ്റെ ബെഡ് ചെറുതാ, നിന്റെ ഹൈറ്റിന് ഇതൊന്നും ചേരത്തില്ല, മോനൊന്നും വിഷമിക്കണ്ട, അച്ഛൻ അടുത്ത പ്രാവശ്യം തന്നെ ഒരു വലിയ ബെഡ് വാങ്ങിച്ചിരിക്കും എന്നതിനെ ഷാൻഷയുടെ അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ചിരിച്ചോണ്ട്, ആ കുഴപ്പമില്ല അച്ഛാ, എനിക്ക് ഇത് തന്നെ മതി, അവനും തറയെ കിടന്നോളും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ ഹുവ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകാന്ന് പറയും. ഇത് കേട്ട് അവരെല്ലാം കൂടെ അവന് ടാറ്റാബായ് പറയാൻ വേണ്ടി ഒന്നുകൂടുമ്പോഴാണ് പെട്ടെന്ന് ഹുവയും നമ്മുടെ ഷാൻഷയുടെ നെറ്റി കിസ് ചെയ്തിട്ട് ഗുഡ് ബൈ പറയും. ഇതോടെ മിങ്ങും ദേശത്തി നമ്മുടെ ഹുവയിട്ട് അടിക്കാൻ പോകും. അതെന്തോടെ നിന്നെ കിസ് ചെയ്യാതെ ഗുഡ് ബൈ എന്ന് പറഞ്ഞോടെ എന്നിട്ട് അവനായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഇത് കണ്ട് അവെല്ലാം ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഞാനും, ഗൈസ് എനിക്കൊരു സഹായം ചെയ്യാം, ഞാൻ ഇന്ന് രാത്രി ഹുവാങ്ങിന് ഒരു വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെക്കുക, അതിന് നിങ്ങളെല്ലാം സഹായിക്കണം എന്നിട്ട് അവനും വിളിച്ചോടെ അവരെല്ലാവരും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൻ ടെൻഷനായി, എടാ നിങ്ങൾ ആരപ്പം എന്നെ സഹായിക്കത്തില്ല, ശരി എന്നെ സഹായിക്കാൻ വേണ്ടി വേറെ ചങ്കൊണ്ടറ എന്നിട്ട് അവന് നേരെ നമ്മുടെ ചെന്നൈ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അവനോട് നമ്മുടെ ഫെങ് ഇതിനു മുമ്പ് പ്രൊപ്പോസ് ചെയ്ത പോലെ ഹാർട്ടിന്റെ സിമ്പിളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ ചെന്നിനോട് അറിയും. അതിനുശേഷം അവനെ സമ്മതിച്ച് ലീ ആയിട്ട് അത് സെറ്റാക്കാൻ വേണ്ടി പോകും. അങ്ങനെ നമ്മുടെ ഞാനും ഹുവാങ്ങിനെ വിളിച്ചുകൊണ്ട് ഡേറ്റിന് വന്നോണ്ടിരിക്കുമ്പോഴാണ് അവന് ഹുവാങ്ങിനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫെങ് ചെയ്ത പോലെ അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് നിൽക്കും. അപ്പോഴാണ് അവൻ ചെന്നിനോട് പറഞ്ഞ പോലെ അവിടുത്തെ ബിൽഡിംഗ് ഹാർട്ട് സിമ്പിൾ കാണത്തില്ല. അതുകൊണ്ട് അവനും പെട്ടെന്ന് നമ്മുടെ ചെന്നിനെ വിളിച്ചിട്ട്, എടാ നീ എന്തോടെ ചെയ്യുന്നത്, സമയമില്ല പെട്ടെന്നാവട്ടെ എന്നാൽ അവനും പറയുമ്പോഴാണ് ചെന്നും പറയുന്നത്, ഞാൻ സോറി അവിടെ എന്താണ്ട് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന്, അതുകൊണ്ട് പതുക്കെ ലൈറ്റ് കത്തത്തുള്ളൂ എന്നാൽ അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഞാനും ദേഷ്യം എന്നിട്ട്, എടാ നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ ജോലി എന്നാ നീ ഇതുപോലും ചെയ്യത്തില്ല, ബെസ്റ്റ് എന്നാൽ അവന് ഫോൺ കട്ട് ചെയ്തിട്ട് ഹുവാങ്ങിനെ എങ്ങനെ സർപ്രൈസ് ചെയ്യണമെന്ന് അവനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേ സമയം തന്നെ ചെൻ നമ്മുടെ യാനെ സഹായിക്കാൻ പറ്റത്തുണ്ട് അവന് ലിയോട് പറഞ്ഞോണ്ടിരിക്കും, ഞാൻ കാരണം പാവം അവിടെ സർപ്രൈസ് എല്ലാം പോയല്ലേ എന്നിട്ട് അവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ ആ ബിൽഡിങ്ങിനകത്ത് ഹാർട്ട് സിമ്പിൾ വരാൻ തുടങ്ങും. ഇത് കണ്ട് ഹുവാങ് ഷോക്കായി, നീ ഒന്ന് നോക്ക അവിടെ ആരാണ്ട് റൊമാൻറ്റിക് ആയിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നു എന്നിട്ട് അവള് പറയുമ്പോഴാണ് ഇത് കണ്ട് ഞാനും ഞെട്ടിപ്പോയി, ഹുവാങ് അത് ഞാൻ ചെയ്ത, ഇനി ഞാൻ എങ്ങനെ നിന്നോട് പറയുന്നത്, നീ ആയിട്ട് കണ്ടുപിടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് അവന് മനസ്സിൽ വിചാരിച്ചോണ്ട് അത് ആരോ പ്രൊപ്പോസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഹുവാങ് വിചാരിച്ച് ഇവരുണ്ട് എന്റെ ഫ്രണ്ട് വെച്ച് റൊമാൻസ് ചെയ്യും. അതേസമയം തന്നെ ഈ സെറ്റപ്പ് എല്ലാം കണ്ട് നമ്മുടെ ലീയും ഷോക്കായി, ഓച്ചൻ ഇതിനായിരുന്നു എന്നെ വിളിച്ചോണ്ടെന്ന്, ഇത് കൊള്ളാല്ല എന്നിട്ട് അവളും പറയുമ്പോൾ തന്നെ നമ്മുടെ ചെന്നിന് ലിയോട് ചെറിയ അട്രാക്ഷൻ തോന്നും. അതുകൊണ്ട് ഇവരുണ്ടേരും ക്ലോസ് ആയി അവരെ സെറ്റ് ആകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഷാൻഷയുടെ ഫാമിലിയും നമ്മുടെ മിങ്ങിന്റെ അമ്മ വിദേശത്തിരുന്ന് നാട്ടിലേക്ക് വരുന്ന കാര്യം അറിയും. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ നമ്മുടെ മിങ്ങിന്റെ അമ്മയെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടി റെഡി ആക്കി വെച്ചേക്കും. അപ്പോഴാണ് അതേ സമയം തന്നെ മിങ്ങിന്റെ അമ്മ ഷാൻഷയെ വിളിച്ചിട്ട് പറയും, ഷാൻഷായി ഞാൻ മുമ്പ് പറഞ്ഞ ഇപ്പോഴും പറയുന്നത്, എന്റെ ഫാമിലിക്ക് നീ ചേരത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ തന്നെ നിർത്തിയേക്ക്, ഞാനൊന്നും നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല എന്നിട്ട് അമ്മയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷയെ വിഷമിച്ച് അവളുടെ പാരൻസിനോട് ഈ കാര്യം എടുത്ത് പറയും. അതോടെ അവരെല്ലാരും കൂടെ അപ്സെറ്റ് ആകും. കാരണം മിങ്ങിന്റെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്നാണ് ഇവരെല്ലാം വിചാരിച്ചത്. പക്ഷെ സത്യത്തിൽ അമ്മ പറഞ്ഞത് അവരുടെ ഒരു പ്ലാൻ ഉണ്ടെന്നാണ്. ആ പ്ലാൻ എന്തോന്ന് വെച്ചാൽ നമ്മുടെ മിങ്ങിനെ എത്രയും പെട്ടെന്ന് തന്നെ ഷിയാക്ഷിയെ കല്യാണം കഴിപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിങ്ങിനെ ബോധമില്ലാതാക്കി അമ്മ കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് F4 നേരെ മിങ്ങിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് അമ്മയും ദേശത്തി, നിങ്ങളെന്ത് ഇവിടെ മിങ്ങിനെ വിളിച്ചോണ്ടാവാൻ വേണ്ടി വന്നതാണോ, അത് നടക്കത്തില്ല എന്നിട്ട് അമ്മ പറയുമ്പോഴാണ് അവരും ദേശത്തി, ആന്റി നിങ്ങൾക്ക് മിങ്ങിന്റെ സന്തോഷം വലുതല്ലേ, എന്തിനാ അവനിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്നിട്ട് അവന്മാര് ചോദിക്കുമ്പോഴാണ് അമ്മയും, എന്തോ ഞാൻ കഷ്ടപ്പെടുത്തുന്നത്, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം മിങ്ങിന് നല്ല തന്നെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ആദ്യം പുറത്തോ എന്നിട്ട് ഇവെല്ലാം പുറത്താക്കും. അപ്പോഴാണ് ഹുവയും പറയുന്നത്, എടാ മിങ്ങിന്റെ അമ്മ ഇത്ര ഫോഴ്സ് ചെയ്ത് അവനെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വിഷയം കാണും, ഒരു പക്ഷേ അവർക്ക് ബിസിനസ് എല്ലാം പ്രോബ്ലം കാണും എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവന്മാരും, എങ്കിൽ ശരി നമുക്കാദ്യം ഈ ബിസിനസ് പ്രോബ്ലം സോൾവ് ആക്കാം, കാരണം അതുകൊണ്ടല്ലേ മിങ്ങിനെ ഇവര് ഫോഴ്സ് ചെയ്യുന്ന കല്യാണം കഴിക്കാൻ, അതുകൊണ്ട് ആദ്യം ഈ പ്രശ്നം സോൾവ് ആക്കിയിട്ട് നമുക്ക് ഷാൻഷായ മിങ്ങിനെ ഒന്ന് ചേർക്കാം എന്നിട്ട് ഇവർ മൂന്നുപേരും കൂടെ മിങ്ങിന്റെ ഫാമിലിയുടെ ബിസിനസിന് വേണ്ടി സഹായിക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും. അതേപോലെ നമ്മുടെ അമ്മയും മിങ്ങിനെ പുറത്തുവിടാത്തോണ്ട് അവനും കഴിക്കാതെ റൂമിൽ തന്നെ അടഞ്ഞടക്കും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് F4 ഷിയാക്ഷിയായിട്ട് നമ്മുടെ ഷാൻഷയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവർ വരുന്ന കണ്ട ഉടനെ അവർക്ക് മനസ്സിലാവും എന്തോ ഒരു ബാഡ് ന്യൂസ് ആയിട്ടാണ് വരുന്നതെന്ന്. അതേപോലെ തന്നെ അവരും പറയും, ഷാൻഷായ് മിങ് നിനക്ക് വേണ്ടി ഒരാഴ്ച കഴിക്കാതെ വീട്ടിൽ തന്നെ അടഞ്ഞടക്കുക, അതുകൊണ്ട് അവന്റെ നല്ലതിന് വേണ്ടി നീ ഇപ്പൊ അവനെ ബ്രേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം എന്തായാലും നിങ്ങളുടെ കല്യാണത്തിന് അവന്റെ അമ്മ സമ്മതിക്കത്തില്ല എന്നതിന് ഷിയാക്ഷിയും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും, നിങ്ങളെന്തോ പറയുന്നത്, എന്നെ കൊണ്ടൊന്നും അവനെ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളിപ്പോ അവസാനം ഒന്ന് ചേർന്നേ ഉള്ളു, അതേപോലെ തന്നെ ആയിരിക്കും മിങ്ങിന് എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവന്മാരും കൂടെ പറയും, ഷാൻഷായ് മിങ്ങിന് നല്ലതിന് വേണ്ടി നിന്നെ കൊണ്ട് ഇപ്പൊ ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ഇനി അവൻ കഴിക്കാതിരുന്ന അവന്റെ ഹെൽത്തിന് നല്ലതല്ല, നീ പോയി അവനോട് സംസാരിച്ചാലേ ഇതിനൊരു തീരുമാനം കിട്ടത്തുള്ളൂ എന്നിട്ട് അവന്മാരും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും ഷിയാക്ഷിയുടെ സഹായം വെച്ച് നമ്മുടെ മിങ്ങിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഷാൻഷയെ കണ്ട് അമ്മയെ തടഞ്ഞെടുത്തുമ്പോൾ ഷിയാക്ഷിയും പറയും, ആന്റി മിങ്ങിനെ കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ അവളെ വിളിച്ചോണ്ടെന്ന്, ആന്റി വിചാരിച്ച പോലെ ഇവള് പോയി മിങ്ങിനെ
ബ്രേക്കപ്പ് ചെയ്യാൻ പോവാ. എന്നതിന് ഷിയാക്ഷിയും പറയുമ്പോഴാണ് ഇത് കേട്ട അമ്മയും ആണോ അല്ലേ ഷാൻഷായി കഴിഞ്ഞ തവണ പോലെ ചുമ്മാ ബ്രേക്കപ്പ് എന്നപോലെ ആക്ട് ചെയ്യാനാണോ എന്നതിന് അമ്മയും ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത് അല്ല ഈ തവണ ഞാൻ ബ്രേക്കപ്പ് ചെയ്യാം, നിങ്ങളൊന്നും വിഷമിക്കണ്ട. എന്നതിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട അമ്മയും എങ്കിൽ ശരി ഷിയാക്ഷി നീ ഇവളുടെ കൂടെ തന്നെ പോ, പിന്നെ ഷാൻഷായ ഒറ്റയ്ക്ക് അവനെ കാണാൻ സമ്മതിക്കല്ലേ. എന്നതിന് അമ്മ ഇവരെ അകത്തേക്ക് പറഞ്ഞേക്കുമ്പോഴാണ് ഷാൻഷായി മിങ്ങിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പറഞ്ഞ് അവളെ മാറ്റി നിർത്തി മിങ്ങിന്റെ റൂമിന്റെ വാതിൽക്ക് പോയി സംസാരിക്കും. അപ്പോഴാണ് ഇവളുടെ സൗണ്ട് കേട്ട് അവന് നടക്കാൻ പോലും പറ്റാതെ ആ ഡോറിന്റെ അടുത്ത് വന്നിരിക്കും. അപ്പോഴാണ് അവളും പറയുന്നത് മിങ് നിന്റെ അമ്മ അറിയുന്നല്ലേ നീ ഷിയാക്ഷി തന്നെ കല്യാണം കഴിച്ചോ, അതായിരിക്കും നിനക്ക് നല്ലത്. കാരണം ഇത്രയും വർഷം ഞാൻ നിന്നെ പറ്റിച്ചായിരുന്നു, എനിക്ക് നിന്റെ പൈസയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ, നിന്റെ അമ്മ എനിക്ക് കുറെ പൈസ തന്നു, അതുകൊണ്ട് ഇനി എനിക്ക് നിന്റെ ആവശ്യമില്ല, നമ്മൾ ബ്രേക്കപ്പ് ചെയ്യാം. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ചിരിച്ചോണ്ട് ഷാൻഷായ് നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു, എനിക്കറിയാം എന്നെ കഴിപ്പിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന പ്ലാൻ ഇതൊക്കെയെന്ന്, പക്ഷെ ഷാൻഷായ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ, നീ എന്നെ പോലെ എന്തെങ്കിലും ധൈര്യമായിട്ട് എതിർത്ത് നിൽക്കുമെന്നാ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോഴും നീ വന്ന് ബ്രേക്കപ്പ് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ശരി നിനക്ക് ബ്രേക്കപ്പ് ചെയ്യണമെങ്കിൽ ബ്രേക്കപ്പ് ചെയ്തോ, ഒരു പക്ഷെ നിനക്കത് താല്പര്യമില്ലെങ്കിൽ എന്റെ കൂടെ എതിർത്തിക്ക്, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒരുമിച്ചിരിക്കണം, നമ്മളെ ആർക്കും അകറ്റാൻ സാധിക്കത്തില്ല. ഏതിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടവിടെ ഷാൻഷാ അവളുടെ മനസ്സ് മാറ്റി മീൻ ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണും, ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ ധൈര്യമായിട്ട് എതിർത്തിക്കും. ഏതിന് അവന് വാക്ക് കൊടുത്തിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് ഇവളെ കണ്ട് ഷിയാക്ഷിയും ഷാൻഷായി നീ അവനെ ബ്രേക്കപ്പ് ചെയ്തോ അവനും പറഞ്ഞു. ഏതിന് അവൾ വയ്ക്കുമ്പോഴാണ് ഷാൻഷായും സോറി ഷിയാക്ഷി ഞാൻ എന്റെ മനസ്സ് മാറ്റി, ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നില്ല, ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ അവന്റെ കൂടെ കാണും. എന്നിന് അവളും പറയുമ്പോഴാണ് ഇതൊക്കെ കേട്ടിട്ട് അമ്മയും ഷിയാക്ഷി അവളെ കൊണ്ട് മിങ്ങിനെ കഴിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് പോകാൻ പറ, അവൻ കഴിച്ച് ചത്താലും കുഴപ്പമില്ല, ഇവളെ എന്റെ ഫാമിലിയിൽ ഒരാളാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങളൊക്കെ എന്തൊരു അമ്മയാ, മകന്റെ സന്തോഷത്തിന്റെ കാര്യം ബിസിനസ്സാ വലുതല്ലേ, ഇപ്പൊ ഞാൻ പറയാ മിങ്ങിനെ പോലെ തന്നെ ഞാനും കഴിക്കാതെ ഈ വീടിന്റെ പുറത്തന്നെ നിൽക്കാൻ പോവാ, അവൻ എപ്പോ റൂമിൽ നിന്ന് പുറത്തു വരുന്നോ അപ്പോഴേ ഞാനും പോത്തുള്ളൂ. എന്നിന് അവളും പറഞ്ഞിട്ട് വീടിന്റെ പുറത്തന്നെ നിൽക്കും. അപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞ് F4 ഒക്കെ അവിടെ ഇരുന്നത്. അപ്പോഴാണ് അവന്മാര് ഷാൻഷയെ കണ്ടിട്ട് സന്തോഷപ്പെടുന്നത്, കാരണം അവളിങ്ങനെ ധൈര്യത്തോടെ എതിർത്തിക്കണം എന്ന് പറഞ്ഞാണ് ഇവന്മാരെല്ലാരും കൂടെ ഷാൻഷയെ ചെന്ന് ബ്രേക്കപ്പ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഹുവ അടുത്തേക്ക് ചെന്ന് ഷാൻഷയെ ഫുഡ് കൊടുക്കുമ്പോഴാണ് അവളത് വാങ്ങിക്കാതെ ഇല്ല ഹുവ അകത്ത് മിങ്ങ് കഴിക്കാതിരിക്കുക, അതുകൊണ്ട് ഞാനും കഴിക്കത്തില്ല. എന്നിട്ട് ഇവരണ്ടും കൂടെ അവരുടെ ലവ് തെളിയിക്കാൻ വേണ്ടി കഴിക്കാതെ അവിടെ തന്നെ നിൽക്കും. അതേസമയം ഇത് കണ്ട് അവന്മാരൊന്നും സഹിക്കാൻ പറ്റാതെ പറ്റുന്നത്ര സ്പീഡിൽ അവരുടെ ബിസിനസ് എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഹുവയ്ക്ക് ഒരു ഐഡിയ കിട്ടുന്നത്, എടാ ഇതിനു മുമ്പ് മിങ്ങിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവന്റെ കയ്യിൽ ബിസിനസ് വളർത്താനുള്ള ഒരു സീക്രട്ട് ഉണ്ടെന്ന്, ഒരുപക്ഷെ അവന്റെ ലാപ്പ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവന്മാർ മൂന്നുപേരും കൂടെ നമ്മുടെ മിങ്ങിന്റെ ലാപ്പ് എടുക്കാൻ നോക്കും. അതേസമയം മഴയത്ത് നനഞ്ഞാലും നമ്മുടെ ഷാൻഷായി അവിടെ നിന്ന് പോവാതെ വീടിന്റെ പുറത്തന്നെ നിന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് അവിടേക്ക് നമ്മുടെ മിങ്ങിന്റെ ചേച്ചി വരുന്നത്. എന്നിട്ട് അവരും ദേശെത്തി അമ്മ നിങ്ങൾ എന്തോ കാണിക്കുന്നത്, അകത്ത് മിങ്ങ് ഒരാഴ്ചയായിട്ട് കഴിക്കാതിരിക്കുന്നു, പുറത്ത് ആ പെണ്ണ് മഴയത്ത് അവിടെ തന്നെ നിന്നോണ്ടിരിക്കുക, നിങ്ങൾക്ക് മിങ്ങിനെ കുറിച്ചൊന്നും വിഷമമില്ല, എന്തിനാ വെറുതെ അവനെ കഷ്ടപ്പെടുന്നത്. എന്നിട്ട് ചേച്ചി ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അമ്മ ചേച്ചി അടിച്ചിട്ട് എന്തുവാ ഇവിടെ ഞാനാണ് തെറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ല ഞാൻ ബിസിനസ് നോക്കുന്നത്, എന്നിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാതെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അവരവിടെ എന്ത് വേണമെങ്കിലും ചെയ്യട്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് അമ്മയും ദേഷ്യത്തിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ചേച്ചിയും അവിടെയുള്ള ജോലിക്കാരോടെല്ലാം ഇനി തൊട്ട് ഫുഡൊന്ന് റെഡിയാക്കണ്ടെന്ന് പറയും. കാരണം മിങ്ങ് കഴിച്ചാല് ഇനി ഈ വീട്ടിൽ ബാക്കിയുള്ളവരും കഴിക്കാമെന്ന് ചേച്ചി ഓർഡർ ഇടും. അതേസമയം ഷിയാക്ഷിയും ഷാൻഷയെ കുറിച്ച് ഓർത്തോണ്ടിരിക്കും. അതായത് ഒരു നല്ല ഫ്രണ്ടിന് വേണ്ടി ഷിയാക്ഷി അവരുടെ ലവ് ഒക്കെ മറന്ന് ഷാൻഷയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനം എടുക്കും. അതുകൊണ്ട് നേരെ അവളും F4 വിളിച്ച് അവളിനെ തൊട്ട് ഷാൻഷയുടെ ഭാഗത്താന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട അവന്മാരും ബെസ്റ്റ് നല്ല തീരുമാനം, ഞങ്ങളിപ്പം മിങ്ങിന്റെ വീട്ടിലേക്ക് പോവാ, നീ ഞങ്ങളോട് എന്നിന് അവളെയും കൂടെ വിളിച്ചോണ്ട് മിങ്ങിന്റെ അമ്മയെ കാണാൻ വേണ്ടി പോകും. കാരണം ഇവന്മാര് മിങ്ങിന്റെ ലാപ്പ് കണ്ടുപിടിച്ച് അവരുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കാണും. അങ്ങനെ ഈ കാര്യം അമ്മയുടെ അടുത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തേക്ക് നമ്മുടെ ഷിയാക്ഷി ഓടി വന്നിട്ട് ഷാൻഷായി നിനക്കിപ്പോ മിങ്ങിനെ കാണാൻ പോവാം, ആന്റി അതിന് സമ്മതം തന്ന്. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷയ്ക്കൊന്നും മനസ്സിലാവാതെ അവൾ മിങ്ങിനെ കാണുന്ന സന്തോഷത്തിൽ അകത്തേക്ക് കയറി ചെല്ലും. കാരണം ഷാൻഷായി മിങ്ങിനെ പോലെ തന്നെ ഒന്നും കഴിക്കാതെ 2-3 ദിവസം പുറത്തന്നെ നിൽക്കുവാണ്, അതുകൊണ്ട് അവൾക്ക് നടക്കാനുള്ള ശക്തി കാണത്തില്ല. അതുകൊണ്ട് അവൾ നടക്കാൻ പറ്റാതെ അവസാനം എങ്ങനെയൊക്കെ നമ്മുടെ മിങ്ങിന്റെ റൂമിലേക്ക് അങ്ങ് പോകും. അതേസമയം നമ്മുടെ അമ്മ ചേച്ചിയായിട്ട് നമ്മുടെ മിങ് ഇതിനു മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അതിനകത്ത് പറയുന്നത് അമ്മ കൊച്ചിലെ അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും വളർത്തിക്കൊണ്ടുവന്നത്, എനിക്കറിയാം നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, അതുകൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റ് തരാൻ വേണ്ടി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും വലിയ വളർച്ചയിൽ കൊണ്ടു, അതിനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട്, ഇനി പേടിക്കണ്ട, അമ്മയ്ക്ക് ഞാൻ റെസ്റ്റ് കൊടുത്ത് എല്ലാ ഭാരം ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. കൂടാതെ എൻ്റെ ഫ്രണ്ട്സ് F4 അവന്മാർ ഈ വീഡിയോ ഒരു അറിയാതെ കണ്ടുവെങ്കിൽ നിങ്ങൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് എന്നെ സർപ്രൈസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഇത് എൻ്റെ ബിസിനസ് മാത്രമല്ല, ഞങ്ങൾ F4 ആയിട്ട് ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന ബിസിനസ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെ കാണും. എടാ ഹുവ ഇപ്പൊ നിന്റെ കണ്ണീന്ന് വല്ലതും കണ്ണീര് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏതിന് അവൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ഹുവയും ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം നമ്മുടെ മിങ്ങിന്റെ വീഡിയോ കണ്ട് അമ്മ മൊത്തത്തിൽ മനസ്സ് മാറ്റും. കാരണം ബിസിനസ് നല്ലോണം കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഷിയാക്ഷിയെ കെട്ടിക്കണമെന്ന് അമ്മ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അമ്മ വിചാരിച്ചേക്കാളും ബിസിനസിനെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ ലൂസിലങ്ങ് ഇടും. അങ്ങനെ എല്ലാ സംഭവം കഴിഞ്ഞ് ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയി, മൊത്തത്തിൽ ഒരു ഫ്രഷ് ഡേ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിങ്ങിന്റെ ചേച്ചിയും അമ്മയുടെ കൂടെ ചെന്ന് തന്നെ നടക്കും. കാരണം ആദ്യമായിട്ടാണ് അവർ റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന ചേച്ചി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യും. എന്നിട്ട് മിങ്ങ
ഫെങ് ഷാൻഷയും കൂടെ ഒന്നേറുന്നുണ്ട്. ഫെങ് നമ്മുടെ യാനോട് ചോദിക്കും, എടാ വാ നമുക്ക് പുറത്തുപോയാലോ. എന്നിട്ട് അവനും വിളിക്കുമ്പോഴാണ് യാൻ അവനോട്, സോറി മാൻ, എനിക്കൊരാളുണ്ട് വെയിറ്റ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ഹുവാങ്ങിനെ കാണാൻ പോവാ. എന്നിങ്ങനെ ഫെങ്ങിനെ ഒറ്റയ്ക്കാക്കിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇത് കണ്ട് ഫെങ്ങും ചിരിച്ചോണ്ട്, പോടാ പോ, എനിക്കൊരാൾ കിട്ടുവാടാ, അപ്പോ ഉണ്ട്. എന്നിട്ട് അവനും ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ ഷാൻഷായ് മിങ്ങിനെ കാണാൻ വേണ്ടി അവളും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവളെ ആരണ്ട് കിഡ്നാപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഷാൻഷായ് കണ്ണുറന്ന് നോക്കുമ്പോൾ അവളൊരു വെഡിങ് ഡ്രസ് ഇരിക്കും. കാരണം ഇന്ന് അവരുടെ വെഡിങ് ആണ്. അതുപോലെ നമ്മുടെ ഷാൻഷായ് അറിയാതെ നമ്മുടെ മിങ് സർപ്രൈസ് ആയിട്ട് അവളെ വിളിച്ചോണ്ട് വരും. എന്നിട്ട് ഷാൻഷായും തിരിഞ്ഞ് അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴാണ് അവിടെ നമ്മുടെ മിങ്ങിന്റെ ചേച്ചി ഡാൻസ് ഒക്കെ കളിച്ച് അവളുടെ അടുത്തേക്ക് വന്നിട്ട്, ഷാൻഷായ്, നിനക്ക് കല്യാണം കഴിക്കാൻ ഏത് പയ്യനാ വേണ്ട? ഞാൻ നിനക്ക് 3 ഹാൻഡ്സം ആയിട്ടുള്ള പയ്യന്മാരെ പരിചയപ്പെടുത്താം. ഇതാണ് F3, ഫെങ് യാൻ ഹുവ. നിനക്ക് ഇത് ആരാ വേണ്ട? എന്നിനെ ചേച്ചിയും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായ് നോക്കിയിട്ട്, ഇവന്മാരുടെ പണിയായിരുന്നു. എന്നിനെ അവളൊന്നും മനസ്സിലാക്കി നോക്കുമ്പോഴാണ് ഫെങ്ങും പറയുന്നത്, ഷാൻഷായ്, ഞാൻ മിങ്ങിനെ പോലെ ദേഷ്യമൊന്നും പെടുത്തില്ല, അതുകൊണ്ട് നീ എന്നെ കിട്ടുന്നതായിരിക്കും നല്ലത്. നിനക്ക് ഇപ്പോഴും സമയമുണ്ട്, എന്റെ കൂടെ വാ, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. എന്നിന് അവനും വിളിക്കുമ്പോൾ ഷാൻഷായ് അവനെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ഞാൻ നെക്സ്റ്റ്, ഷാൻഷായ്, ഈ ഫെങ്ങിനെയൊക്കെ വിട്ടുകളാ. ഞാൻ കുറെ പെണ്ണുങ്ങളെ ഡേറ്റിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് റൊമാൻസ് എന്തോന്ന് അറിയാം. യു ക്യാൻ ജോയിൻ മീ, നമ്മൾ ഒരുമിച്ച് ലൈഫ് കണ്ടിന്യൂ ചെയ്യാം. എന്നിന് അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് ഷാൻഷായ് അവനെ ആക്കി അങ്ങോട്ടും, എടാ ഫെങ്, നിനക്ക് ഹുവാങ്ങില്ല, ആദ്യം നീ അവളെ എവിടെയൊക്കെ പുറത്ത് വിളിച്ചോണ്ടോ, നിനക്ക് റൊമാൻസ് അറിയത്തില്ലെന്ന് എന്നോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. എന്നിന് അവനായിട്ടാക്കുമ്പോഴാണ് അടുത്ത് നമ്മുടെ ഹുവയും ഷാൻഷായ്, അപ്പൊ ഞാനോ? എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് അവളും ചോദിച്ചോണ്ട്, ഹുവ നീയല്ലേ പറയുന്നത് നമ്മൾ ഫ്രണ്ട്സ് ആണ്, പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ? എന്നിന് അവന്മാര് 3 പേര് അവോയ്ഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മെയിൻ ചെറുക്കൻ ബാക്കി വരുന്നത്. അതിനുശേഷം മിങ് അവിടെ വരുമ്പോൾ തന്നെ എല്ലാ ഗസ്റ്റ് അവിടേക്ക് വരും. അങ്ങനെ അവനെ കണ്ട സന്തോഷത്തിൽ ഷാൻഷായ് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മിങ് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത്, ഷാൻഷായ് എങ്ങനെയുണ്ട് ഈ സെറ്റപ്പ് ഒക്കെ? എന്നിന് അവനും പറയുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് ചേച്ചി അവൻ അടിച്ചിട്ട്, എടാ എന്തുകൂടെ സമയം വേസ്റ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് ഇവിടെ നിൽക്കി, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകല്ലേ. എന്നിന് അവനെ പിടിച്ച് അവർ നിർത്തിയിട്ട് ചേച്ചി അവരുടെ കല്യാണം നടത്തി കൊടുക്കും. അതോടെ ഹാപ്പി ആയിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞ്. അങ്ങനെ അതിനുശേഷം ഷാൻഷായും അവളുടെ ഫാമിലിക്ക് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് മിങ്ങിന്റെ വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് കിച്ചണിൽ എന്തോ കരിഞ്ഞ പോലെ സ്മെല്ല് വരും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ കിച്ചണിൽ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ മിങ്ങിന്റെ അമ്മ അവിടെ പാചകം ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവരെ കണ്ടിട്ട് അമ്മയും ചിരിച്ചോണ്ട്, ഓ നിങ്ങൾ ഇവിടെ എത്തിയോ? ഞാൻ പാചകം ചെയ്തിട്ട് കുറെ വർഷമായില്ല, അതാ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. എന്നിന് അമ്മയും പറയുമ്പോഴാണ് ഷാൻഷായും, അമ്മേ നിങ്ങൾ എല്ലാത്തിലും ഗ്രേറ്റാ, ബിസിനസ്സിലാകട്ടെ പാചകത്തിലാകട്ടെ നിങ്ങളെ പൊട്ടിക്കാൻ ആർക്കും സാധിക്കത്തില്ല. എന്നിന് അവളും കുറെ ഇങ്ങനെ പൊക്കി പറയുമ്പോഴാണ് ഇത് കേൾക്കുന്ന അമ്മയും ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അമ്മയും പുറത്തേക്ക് വന്നിട്ട് പറയും, അമ്മയും ഇനി തൊട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ഡിസൈഡ് ചെയ്ത്. എന്നിന് അമ്മ പറയുമ്പോഴാണ് അവനും, അതെന്തോ അമ്മ ഇവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല? എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അമ്മയും, ഇല്ല ഞാൻ ആ ഇൻഡിപെൻഡന്റ് അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഈ ബിസിനസ് ലൈഫൊക്കെ മറന്നിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ മിസ് ചെയ്ത ലൈഫൊക്കെ എൻജോയ് ചെയ്യണം, അതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ ഞാൻ പുറത്തേക്ക് പോയി സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചേക്കുക. എന്നിന് അമ്മയും പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം തന്നെ മഴ പെയ്യുന്നത്. ഇതോടെ അമ്മ അപ്പം തന്നെ ഇൻസ്റ്റയ്ക്കകത്ത് പോസ്റ്റ് ചെയ്ത് കുറച്ച് സ്റ്റിൽസ് ഒക്കെ എടുക്കും. എന്നിട്ട് അവർ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോകും. അങ്ങനെ അമ്മ പോയതോടെ ഇവരുടെ ഒരു ഒറ്റയ്ക്കാകും. അതുകൊണ്ട് തന്നെ പഴയതുപോലെ തന്നെ ഇവരുണ്ടേരും കൂടെ ഹാപ്പി ആയിട്ട് അവർ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇടയ്ക്ക് നമ്മുടെ ഹുവയൊക്കെ വന്ന് അവർക്ക് വേണ്ടി പിയാനൊക്കെ വായിച്ചു കൊടുക്കുമ്പോഴാണ് അന്ന് രാത്രി ആകാശത്ത് ഷൈനിങ് സ്റ്റാർസ് ഒക്കെ പോകും. ഇത് കണ്ട് ഹുവയും ഷാൻഷയും കൂടെ ഒരുമിച്ചിരുന്ന് പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഫെങ്ങിനെ ഒഴിച്ച് ബാക്കിയെല്ലാവരും ഈ ഷൈനിങ് സ്റ്റാർ കപ്പിളായിട്ട് കാണുമ്പോൾ അതേസമയം നമ്മുടെ ഷിയാക്ഷിയെ കാണിക്കുന്നത്. അപ്പോഴാണ് മൈ യൂണിക്കോൺ ഗേളിലെ പോലെ അവളുടെ സ്വെറ്റർ ബാക്കി ആരാണ്ട് ഒരാളുടെ ഷട്ടിൽ കൂടിയും കാണും. അങ്ങനെ അതാരാന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ തോമസ്. അങ്ങനെ ഇവരുടെ സെറ്റ് ആകുന്ന പോലെ കാണിച്ച് അവരൊരുമിച്ചിരുന്ന് ആ മീറ്റർ സ്റ്റാർസ് ഒക്കെ കാണുന്നത്. അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം മിങ് ഷാൻഷയെ വിളിച്ചോണ്ട് ലണ്ടനിൽ പോകും. അപ്പോഴാണ് അവിടെ ഒരാൾ പാട്ടും വായിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് ഇവരുടെ അടുത്തേക്ക് ചെന്ന് അയാൾക്ക് സപ്പോർട്ട് വേണം ചോദിക്കും. അപ്പോഴാണ് അയാളും തൊപ്പി കൊടുത്തിട്ട്, എങ്കിൽ ശരി രണ്ടുപേരും കൂടി തൊപ്പിയും പിടിച്ചോണ്ട് ഓഡിയൻസിനെ നിന്ന് പൈസ വാങ്ങിച്ചോണ്ടോ, അതാണ് എനിക്ക് സപ്പോർട്ട്. ഏതാണ്ട് ഇവരും കൂടെ ജോലി ചെയ്യിപ്പിക്കും. അപ്പോഴാണ് നമ്മുടെ മിങ്ങും അയാളുടെ അടുത്തേക്ക് വന്നിട്ട്, എക്സ്ക്യൂസ് മീ, ഞാൻ എന്റെ ഫ്രണ്ട്സിനും കൂടെ വിളിച്ചോണ്ട് വരട്ടെ. എന്നിനെ F4നെയും കൂടെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഇന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ അതോടെ നമുക്ക് ടാറ്റ ബൈ ബൈ കാണിച്ച് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുവാണ്. മീറ്റർ ഗാർഡൻ മറ്റേ F4നെ പോലെ അല്ലാതെ കോമഡി റൊമാൻസ് ഇമോഷണൽ ബേസ് ചെയ്ത ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റാഗിങ് വലുതായിട്ടില്ലായിരുന്നു. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടവര് മറക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അവസാനം ഇപ്പോഴെങ്കിലും ഈ ഡ്രാമ തീർന്നെന്ന് ആശ്വാസപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയുക. കാരണം 2 മാസമായെന്ന് തോന്നുന്നു ഏകദേശം ഈ ഡ്രാമ ഇട്ട് തുടങ്ങിയിട്ട്. അങ്ങനെ അവസാനം ഈ ഡ്രാമയും തീർന്ന് ഇതിനകത്ത് ഒരു പെർഫെക്റ്റ് എൻഡിങ് ആണ് കൊടുത്തേക്കുന്നത്. കാരണം ബാക്കിയുള്ള F4നകത്തൊന്നും സപ്പോർട്ട് റോൾസിന് പോലും പെയർ കാണത്തില്ല. പക്ഷെ ഇതിനകത്ത് ചെന്നിനെ ഒരു പെയർ കൊടുത്ത് ഷിയാക്ഷിക്കും പെയർ കൊടുത്ത് അവസാനം നമ്മുടെ ഫെങ്ങിനെയും ഹുവയെ മാത്രം സിംഗിൾ ആക്കി കളഞ്ഞ് അവർക്കും കൂടെ ഒരു പെയർ കൊടുത്ത ഡ്രാമ മൊത്തത്തിൽ സെറ്റ് ആയാണ്. പക്ഷെ എന്തായാലും ഇതൊരു ഹാപ്പി എൻഡിങ് തന്നെയാണ്. ഈ F4 നിങ്ങൾക്ക് ആരും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ഹീറോയിനാണ് ഇഷ്ടപ്പെട്ടത്? ഷിയാക്ഷി ആണോ, ഹുവാങ് ആണോ, ലീ ആണോ, ഷാൻഷയാണോ? അത് മറക്കാതെ കമന്റ് ചെയ്യുക. ചുമ്മാ ചോദിച്ചാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് മീറ്റിംഗ് എന്ന് പറയുന്ന ടൈം ആൻഡ് ഹിം ആർ ജസ്റ്റ് റൈറ്റ് വിത്ത് ആ ഡ്രാമയിൽ കാണാം. ബൈ ബൈ.